ഹോർമോസ് തുറക്കാൻ ചൈന സഹായം വാഗ്ദാനം ചെയ്തതായി ഡൊണാൾഡ് ട്രംപ്. മാത്രമല്ല, അമേരിക്കക്കെതിരായിട്ടുള്ള യുദ്ധത്തില് ചൈന ഇറാന് ആയുധങ്ങൾ എത്തിക്കില്ല എന്നും ഉറപ്പ് നൽകിയതായിട്ടാണ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം എന്ന് പറയുന്നത്. ഇപ്പോ ലോകത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പുകളും അതേപോലെ തന്നെ അതുവഴി ഉണ്ടാവുന്ന പല തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ലോകത്തില് ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്ന റെട്ടറിക്സ്, വേർഡുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് ഹോർമൂസ് തുറക്കാൻ സഹായം വാഗ്ദാനം ചെയ്തതായി, അതായത് ചൈന സഹായം വാഗ്ദാനം ചെയ്തതായി ട്രംപ്. അപ്പൊ എന്തേ അമേരിക്കക്കും ട്രംപിനും എന്താ ഒറ്റയ്ക്ക് ഈ പരിപാടി എന്താ നടത്താൻ പറ്റൂല? അമേരിക്കക്കും ട്രംപിനും ഒറ്റയ്ക്ക് ഇറങ്ങി ചെന്നിട്ട് ഈ ഹോർമൂസിനെ അങ്ങനെ ഫ്രീ ആക്കാനും ഇറാന്റെ റെജീമിനെ അങ്ങ് മലർത്തി അടിക്കാനും എന്തേ പറ്റിയില്ലേ? അതെന്താ ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് നടത്തുന്ന പരിപാടികൾക്കൊന്നും എന്താ വിജയം കാണാൻ പറ്റുന്നില്ലേ? ഇതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് അങ്ങ് ഇറങ്ങി തിരിച്ചതാണല്ലോ. എന്തിന്? ലോകത്തിലെ മിലിറ്ററി ജയന്റ്, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി, ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി ചെന്നിട്ട് ഇപ്പൊ ലോകത്ത് നടക്കുകയാണ്, വേണമെങ്കിൽ തെണ്ടി നടക്കുകയാണെന്ന് പറയാം, ലോകരാജ്യങ്ങളുടെ സഹായം ലഭിക്കാൻ വേണ്ടിയിട്ട്. അതായത് ലോകത്തിന്റെ മൊത്തത്തിലുള്ള പ്രഷർ ഈ ഇറാന് നേരെ ചെന്നാൽ മാത്രമേ ഈ ഹോർമൂസ് തുറക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ 4 ബോംബും ഒരു 6 മിസൈലും കൊണ്ടങ്ങ് ചെന്നു എന്ന് വിചാരിച്ചിട്ട് ഇറാൻ ഹോർമൂസ് തുറക്കാനേ പോകുന്നില്ല എന്ന കാര്യത്തില് അമേരിക്കക്ക് ഏകദേശ ധാരണ ആയി എന്നാണ് ഇതിനർത്ഥം. അപ്പോ ആരും വില കുറച്ച് കാണരുത്. ആരും വളരെ അശുവാണ് അല്ലെങ്കിൽ മൂക്കിലെ രോമമാണെന്നും പറഞ്ഞ് വില കുറച്ച് കാണുകയേ ചെയ്യരുത് എന്നുള്ളതാണ്. ഈ ചരിത്രകാലം മുതൽ തന്നെ, അല്ലെങ്കിൽ ചരിത്രാതീത കാലം മുതൽ തന്നെ ഇത്തരം അധിനിവേശങ്ങളെ ചെറുത്ത് നിന്ന് പരിചയമുള്ള ഒരു രാജ്യമാണ് യഥാർത്ഥത്തില് ഇറാൻ എന്ന് പറയുന്നത്, പേർഷ്യ എന്ന് പറയുന്നത്. ലോകത്തിലെ വലിയ 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 സാമ്രാജ്യങ്ങളുടെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാമ്രാജ്യം തന്നെയായിരുന്നു പേർഷ്യ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ലെഗസി ഉള്ള, അത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു രാജ്യത്തിന് നേരെ അത് 40ഓളം വർഷത്തെ ഉപരോധങ്ങൾക്കിടയിൽ വീർപ്പ് മുട്ടുന്ന, അതിനെല്ലാം സർവൈവ് ചെയ്ത് അതിനെല്ലാം ലൂപ്പ് ഹോൾസ് കണ്ടെത്തി തന്റെ പ്രൊഡക്റ്റ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്തിച്ചിരുന്ന ഒരു രാജ്യത്തിന് നേരെയാണ് തങ്ങൾ പോകുന്നത് എന്ന അറ്റ്ലീസ്റ്റ് ബോധെങ്കിലും വേണമായിരുന്നു എന്നുള്ളതാണ്. ഇറാൻ ഈ വാർ തുടങ്ങിയപ്പോ തന്നെ ഇതിന് എക്കണോമിക് വാറാക്കി മാറ്റി, അമേരിക്കയുടെ അടിപതറി. അത് മാത്രമല്ല, അവിടെ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പൊ എന്തുകൊണ്ട് നാറ്റോക്ക് ചെന്നിട്ട് ഇറാൻ അങ്ങ് അടിച്ചിട്ടിട്ട് തീർക്കാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ വേറെ രാജ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ഫ്രാൻസോ അല്ലെങ്കിൽ അതേ UK എല്ലാം കൂടെ പോയിട്ട് ഇവര് 3 പേരും കൂടെ നിന്നിട്ട് എന്തുകൊണ്ട് ഇത് തീർക്കാൻ പറ്റുന്നില്ല? അതായത് അവിടെ അവിടെ കൂടുതൽ വെടിവെച്ചകൾ വന്നാല്, അവിടെ കൂടുതൽ ബോംബാക്രമണം നടന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇൻസ്റ്റന്റ് ആയിട്ട് റോക്കറ്റ് വിട്ട പോലെ പെട്രോളിന്റെ വില കൂടും. ഇപ്പൊ ഉള്ള വിലയിനേക്കാളും, ഇപ്പൊ ക്രൂഡ് ഓയിലിനുള്ള വിലയിനേക്കാളും വില വാണം വിട്ട പോലെ കൂടും എന്നുള്ളതാണ് അതിലെ പ്രശ്നം. അപ്പൊ കൂടുതൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ കൂടുതൽ പെട്രോളിന്റെ വില കൂടിക്കൊണ്ടേയിരിക്കും. ആക്രമണം കുറച്ചാൽ പെട്രോളിന്റെ വില കുറച്ച് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയും ചെയ്യും. വില കൂടിയിട്ടാണെങ്കിൽ കൂടെ ഒരു സ്റ്റെബിലിറ്റി അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ ഒരു കളിക്കാണ്, ഒരു ഞാണിന്മേൽ കളിക്കാണ് ഇറാൻ ഇറങ്ങി പുറപ്പെട്ടെ എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പൊ ഇതില് വേറെ കുറെ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. അതായത് ഷീ ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ചയില് ഷീ ജിൻപിങ് ഈ പറയുന്ന പോലെ അമേരിക്ക ഒരു ഡിക്ലൈനിങ് സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്ന രീതിയിൽ. അപ്പൊ അതിനൊക്കെ ട്രംപിന്റെ മറുപടി എന്ന് പറയുന്നത് ഡിക്ലൈനിങ് സ്റ്റേറ്റ് ആയിരുന്നു, അത് സ്ലീപ്പി ആയിട്ടുള്ള, ഉറക്കം തൂങ്ങി ആയിട്ടുള്ള ജോ ബൈഡന്റെ കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ട്വീറ്റുകളും സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ജോ ബൈഡന്റെ കാലത്ത് അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു, ട്രാൻസ്ജെൻഡറുകൾ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ ഇടുന്നുണ്ട്. യഥാർത്ഥത്തില് ഡിക്ലൈൻ ആയത് ജോ ബൈഡന്റെ കാലത്തല്ല, അല്ലെങ്കിൽ അതിനൊരു തുടക്കം ജോ ബൈഡന്റെ കാലത്ത് കുറിച്ചിട്ടുണ്ട്. അതായത് ഗസനെ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് അമേരിക്ക അതിന് നിരുപാധികം പിന്തുണ നൽകി എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ഡിക്ലൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നെ ഈ മാഡ് ആയിട്ടുള്ള, ലുണാറ്റിക് ആയിട്ടുള്ള മനുഷ്യൻ പ്രസിഡന്റ് ആയ മുതല് അതിന്റെ ആരംഭം യഥാർത്ഥത്തിൽ കുറിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത്രയും കാലത്തിനിടയ്ക്ക് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റിയില്, നാറ്റോയിൽ ഇത്ര അധികം റിഫ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതാണ്.
നാറ്റോ ഇറങ്ങൂല എന്ന് പറഞ്ഞു. അമേരിക്ക എവിടെ വിമാനം തോക്കും ബോംബും കൊണ്ട് പോയിട്ടുണ്ടോ പുറകെ വാലുമ കടിച്ചുകൊണ്ട് പോകുന്ന ഒരു സഖ്യമായിരുന്നു നാറ്റോ എന്ന് പറയുന്നത്. അത് ഇറാഖിലും സിറിയയിലും ലിബിയയിലും അഫ്ഗാനിസ്ഥാനിലും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. UN സേനകൾ വരെ പല സ്ഥലത്തും ഇറങ്ങിയിട്ടുണ്ട്. അതായത് UN ഒരു നിയമമുണ്ട്. അതായത് ഒരു ഭരണാധികാരി ഒരു ജനങ്ങൾക്കെതിരെ തോക്കെടുക്കുക ബോംബെടുക്കുക ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ നിൽക്കാം, അയാൾക്കെതിരെ നിലപാടെടുക്കാം എന്നുള്ള UN ഒരു ക്ലോസ്. ഇത് വെച്ചിട്ടാണ് അത്തരത്തിൽ ലിബിയയിലും ഗദ്ദാഫിക്കെതിരെയൊക്കെയുള്ള ആക്രമണങ്ങൾ നടത്തിയത്. പക്ഷെ ഇറാന്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് ഇതൊന്നും സെറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ ഈ യോജിപ്പുകളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. ഇറാൻ കളിക്കുന്നത് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥ വെച്ചിട്ടാണ്. ലോകത്തിന്റെ മൂവ്മെന്റിന്റെ ജീവനാഡിയായിട്ടുള്ള ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന ഒരു സാധനത്തിന് വെച്ചിട്ടാണ് ഇറാന്റെ കളി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസം ഔട്ട് ഓഫ് ഫോക്കസിൽ ഒരു അജിംസിന്റെ ഒരു അനാലിസിസ് ഉണ്ടായിരുന്നു. അത് ചൈനയ്ക്ക് 150% അല്ലെങ്കിൽ 100%-ഓളൊക്കെ ടാക്സ് ഏർപ്പെടുത്തിയ സമയത്ത്, 50% ടാക്സ് ഏർപ്പെടുത്തിയ സമയത്ത് ചൈന തിരിച്ചു ചെയ്തത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ചിപ്പുകൾ നിർമ്മിക്കാനുള്ള ധാതു ലവണങ്ങൾ, ഈ സാധനങ്ങൾ കൊടുക്കില്ല എന്നുള്ള തീരുമാനം ചൈന എടുത്തു എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഒരു തീരുമാനം വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു എക്കണോമിക് സാധനം കൊണ്ട് ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി, അത് തന്നെയാണ് ഇവിടെ ഇറാൻ ചെയ്യുന്നത്. അല്ലാതെ കുറെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മോഡേൺ വെപ്പണറി ഇറാന്റെ കയ്യിൽ ഉണ്ടായിട്ടല്ല. പിന്നെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾക്ക് മേലെയുള്ള ഇറാന്റെ ഭീഷണി, അതും തന്നെ ഇതില് നമുക്ക് അപകടകരമാവുന്ന രീതിയിലുള്ള ഒരു ഭീഷണി എന്ന് പറയുന്നത് UAE നേരെയുള്ള ഭീഷണിയാണ്. അതായത് ഇറാൻ UN കോട്ട് ചെയ്തിട്ട് UN ക്ലോസുകൾ കോട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് ഒരു രാജ്യത്തിന് നേരെ നിലപാടെടുക്കുന്നതും ആ മറ്റു രാജ്യങ്ങൾക്ക് മേലെ എന്താ പറയാ അനാവശ്യമായിട്ടുള്ള നിലപാടെടുക്കുന്നതിനും അതേപോലെ തന്നെ അവർക്കെതിരെയുള്ള അറ്റാക്ക് കോർഡിനേറ്റ് ചെയ്യുന്നതിനൊക്കെയുള്ള പരിപാടികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനെ വരെ കോട്ട ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാനും നിൽക്കുന്നത്. അപ്പൊ UAE കാര്യം അത്യന്തം അപകടകരമായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഈ പറയുന്ന വാർ എസ്കലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ UAE എത്രത്തോളം വാർ അല്ലെങ്കിൽ UAE എത്രത്തോളം ആക്രമണങ്ങൾ പോവാം എന്നുള്ളതും ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്കെല്ലാം ചെയ്യാം. ദ ഗ്രേറ്റസ്റ്റ് അമേരിക്കയാണ്, അതേപോലെ തന്നെ ദ ബിഗസ്റ്റ് നേഷൻ ആണ്, ദ ബിഗസ്റ്റ് മിലിറ്ററി പവർ ആണ്, ബിഗസ്റ്റ് മിലിറ്ററി ജയന്റ് ആണെന്നൊക്കെ ചെന്ന് ചാടി കൊടുത്തിട്ട് ഇപ്പൊ ചൈന സഹായിക്കാം എന്നുള്ളതാണ്. അമേരിക്കയുടെ ബദ്ധ ശത്രുവാണ് ചൈന എന്ന് പറയുന്നത്. അത് ട്രേഡിലാണെന്നുണ്ടെങ്കിലും ഐഡിയോളജിക്കലി ആണെന്നുണ്ടെങ്കിലും. അപ്പൊ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹോർമൂസ് തുറക്കാൻ ചൈന സഹായം വാഗ്ദാനം ചെയ്തതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കക്കെതിരായ യുദ്ധത്തിന് ഇറാൻ സൈനിക സഹായം നൽകില്ലെന്ന് ചൈന ഉറപ്പ് നൽകിയതായും ട്രംപ് അവകാശപ്പെട്ടു. ബീജിംഗിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രംപിന്റെ അവകാശവാദം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ തുടർന്നാൽ ആഗോള സാമ്പത്തിക സൂചിക പ്രതികൂലമായി ബാധിക്കുമെന്നും പണപ്പെരുപ്പം ഉയരുമെന്നും IMF മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ ലെബനാൻ വെടിനിർത്തൽ ചർച്ച വാഷിംഗ്ടണിൽ നടന്നു. ആദ്യഘട്ട ചർച്ച പോസിറ്റീവായിരുന്നു എന്നും ചർച്ച തുടരുമെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചു. അപ്പോ ഇതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. അതേസമയം ഇറാനുമായുള്ള വെടിനിർത്തൽ വെന്റിലേറ്ററിലാണെന്ന ട്രംപിന്റെ പ്രസ്താവനക്കിടയിലും ഇരു രാജ്യങ്ങളുമായി മധ്യസ്ഥർ മുഖേന ചർച്ച തുടരുന്നതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്നലെ അറിയിച്ചിരുന്നു. ചർച്ചയിൽ ചില പുരോഗതികൾ ഉള്ളതായും അദ്ദേഹം വ്യക്തമാക്കി. പ്രഖ്യാപിത നിലപാടിൽ മാറ്റമില്ലെന്ന് ഇരു രാജ്യങ്ങളും പ്രതികരിച്ചു. ഇത് സാഹചര്യം നേരിടാൻ സജ്ജമെന്ന് ഇറാൻ സേന മുന്നറിയിപ്പ് നൽകി. ഊർജ്ജ മേഖല പിടിച്ചെടുക്കുകയാണ് US ലക്ഷ്യമെന്ന് റഷ്യ കുറ്റപ്പെടുത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോളതലത്തിൽ അവശ്യ വസ്തുക്കളുടെ ദൗർബല്യവും വിലക്കയറ്റവും രൂക്ഷമാക്കിയിട്ടുണ്ട്. അപ്പോ ഒരു മൾട്ടി ഡയമെൻഷനിലാണ് ഈ വാറിന്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. അത് പലതരത്തിലുള്ള പേപ്പറുകളും പലതരത്തിലുള്ള ആർട്ടിക്കിളും നമുക്ക് കാണാൻ പറ്റും. അതായത് അമേരിക്കയുടെ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള കോസ്റ്റും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള കോസ്റ്റും. അപ്പൊ ഈ പറയുന്ന ഓയിലിന്റെ വില കൂടി നിന്നാൽ മാത്രമേ അമേരിക്കക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പിക്ചറും കൂടെ ഉണ്ട്. പക്ഷെ അതിപ്പോ ഉൾട്ട അടിച്ചിട്ടുണ്ട്. അതായത് ഓയിൽ പ്രൈസ് ആഗോള തലത്തിൽ ഒരേ ലെവലിൽ കൂടുമ്പോൾ അമേരിക്കയിലും തന്നെ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു പ്രശ്നം കൂടെ അമേരിക്ക നേരിടുന്നുണ്ട്. പക്ഷെ ഈ ഓയിൽ കമ്പനികള് അതിലൂടെ ലാഭം ഉണ്ടാക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നേരത്തെ പറഞ്ഞ അതിലോട്ട് തന്നെ നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ, ഹോർമൂസ് തുറക്കാൻ ചൈന സഹായിക്കാം എന്ന നിലപാടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട്. അതായത് ചൈനക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇറാനിൽ നിന്നാണ്. അതും തന്നെ മാർക്കറ്റ് വിലയിലല്ല ചൈന ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നത്. മാർക്കറ്റ് വിലയിനേക്കാൾ എത്രയോ താഴ്ന്ന വിലയിലാണ് ആക്ച്വലി
ചൈന ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നത്. മാത്രമല്ല ചൈനയുടെ ഓഫ് ഷോറിൽ ഒരുപാട് ചെറിയ ചെറിയ കമ്പനീസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ റിഫൈനറീസ് ഉണ്ട്. ഈ റിഫൈനറീസ് എല്ലാം പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ കൂടെ ഇറാനിൽ നിന്നും വരുന്ന ഈ വില കുറഞ്ഞ എണ്ണ ഇവർക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. മാത്രമല്ല മിഡിൽ ഈസ്റ്റിലേക്കും ആഫ്രിക്കയിലേക്കുള്ള കരമാർഗമുള്ള സിൽക്ക് റൂട്ടിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, അതായത് ചൈന, പാകിസ്ഥാൻ, ഇറാൻ വഴിയുള്ള ആ ഒരു റൂട്ട്, ഇത് നിലനിൽക്കണം എന്നുണ്ടെങ്കിലും ചൈനക്ക് ഇറാന്റെ കൂടെ നിന്നേ പറ്റൂ എന്നുള്ളതാണ്. അപ്പൊ ഒരു ബാലൻസിങ് പൊസിഷൻ, ഒരു ബാലൻസിങ് കളിയാണ് യഥാർത്ഥത്തില് ചൈന ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഈ അവകാശവാദങ്ങളെ നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല. കാരണം ഇറാനിലോട്ട് അല്ലെങ്കിൽ ഹോർമോസ് തുറക്കാനുള്ള ഒരു പ്രഷറായിട്ട് ചൈന ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ചൈനക്ക് അതിന്റെ ബാക്ക് എൻഡിൽ വേറെ പല തരത്തിലുള്ള തിരിച്ചടികൾ നേരിടാൻ കൂടെ ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പൊ ഗോസ്റ്റ് ഫ്ലീറ്റ് വഴി അല്ലെങ്കിൽ ഷിപ്പിന്റെ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഓഫ് ആക്കുന്നത് വഴി, ഷിപ്പ് ടു ഷിപ്പ് ഓയിൽ ട്രാൻസാക്ഷൻ വഴിയൊക്കെ ഈ ചൈനയിലോട്ടുള്ള ഓയിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കതൊരു പ്രശ്നമല്ലാത്ത കാലത്തോളം ഈ പറയുന്ന അവകാശവാദം എത്രത്തോളം ശരിയാണെന്നുള്ളതും ഒരു പോയിന്റ് ആണ് ഇതിനകത്ത്. കാരണം ചൈന ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഇറാനെതിരായിട്ടുള്ള നിലപാടെടുക്കാൻ സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ്. മാത്രമല്ല ഇറാന്റെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള US ബേസിലേക്കുള്ള അറ്റാക്കുകളെ കോർഡിനേറ്റ് ചെയ്തതും അതിന് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന ഇമേജുകൾ കൊടുത്തതെല്ലാം ആരാണ്? ചൈനയാണെന്നുള്ളതാണ്. ചൈനയുടെ സാറ്റലൈറ്റ് ഇമേജുകൾ ഉപയോഗിച്ചിട്ടും ചൈനയുടെ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇറാൻ യഥാർത്ഥത്തിൽ ഇറാന്റെ പ്രിസിഷൻ അറ്റാക്ക് കോർഡിനേറ്റ് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ സാഹചര്യത്തില് ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾ എത്രത്തോളം വിശ്വസനീയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ വിശ്വസനീയത വളരെ കുറവാണ്. മാത്രമല്ല ലോകരാജ്യങ്ങളുടെ സഹായം തേടാണ് മിലിറ്ററി ജയന്റ്. എന്തിന്? ഒരു സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് മൂക്കിലെ രോമമാണെന്ന് പറയുന്ന ഇറാൻ അടച്ചപ്പോ അത് തുറക്കാനും വേണ്ടിയിട്ട് എന്നുള്ളതാണ്.